പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ ദൈവവചനത്തെ ചൂണ്ടിക്കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പൂപ്പരപ്പിൽ അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. പുതിയ നിയമസഭയ്ക്ക് ആവരണം ആവശ്യമാണോ എന്നുള്ള ചിന്താവിഷയത്തോടനുബന്ധിച്ച് ഞാൻ പ്രാരംഭമായി പറഞ്ഞു, അനേക ദൈവദാസന്മാരോട് കേട്ടുപഠിച്ചതും തിരുവെഴുത്തുകളിൽ കൂടെ മനസ്സിലാക്കിയതും ചില ദൈവവചനാടിസ്ഥാനത്തിൽ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന വചനപ്രകാരം മനസ്സുള്ളവർ കേൾക്കട്ടെ. എല്ലാവർക്കും കൺഫ്യൂഷനാണ്. മാല ഊരണോ ഊരണ്ടായോ, ഇടണമോ ഇട്ടവർ ഊരണമോ അതോ ഊരിയവർ ഇടണമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കിടക്കുന്നത് കൊണ്ട്, കൺഫ്യൂഷനിൽ കിടക്കുന്നതുകൊണ്ട് തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ ദൈവവചനം മാത്രം ചൂണ്ടിക്കാണിച്ചു തരുവാൻ താല്പര്യപ്പെടുകയാണ്. നാം കഴിഞ്ഞ വീഡിയോയിൽ രണ്ടാം ഭാഗം നമ്മളിട്ടു. ഇത് മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പൻ്റെ പുതിയ നിയമസഭയിൽ മോതിരം ധരിച്ചവർ. ഒന്ന് യാക്കോബിൻ്റെ ലേഖനം 2 മുതൽ 9 വരെയും നമ്മൾ വായിച്ചു. 2 നമ്മൾ വായിച്ചു അപ്പൻ്റെ ഇളയ മകൻ, അതിനെക്കുറിച്ചും നമ്മൾ കേൾക്കുവാനിടയായി. ഇന്ന് യേശു ക്രിസ്തു മാറത്ത് പൊൻകച്ച കെട്ടി നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:13. നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. വെളിപ്പാട് പുസ്തകം 1:13. വെളിപ്പാട് പുസ്തകം 1 മുതൽ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു മഹാദർശനമാണ് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത്. യേശുക്രിസ്തു നിലയങ്കി ധരിച്ചും പൊൻകച്ച കെട്ടിയും നിൽക്കുന്നു എങ്കിൽ നമുക്കും പൊന്നാഭരണം എന്തുകൊണ്ട് ധരിച്ചുകൂടാ എന്ന ചോദ്യങ്ങളും വാദങ്ങളുമായി ഇന്ന് ചിലർ പല സഭകളിലും എഴുന്നേറ്റിരിക്കുകയാണ്. എന്നാൽ ഈ വാദഗതിക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നറിയുവാൻ അല്പമായി വിശകലനം നടത്തേണ്ടതുണ്ട്. തിരുവെഴുത്തുകളിൽ കൂടെ നമുക്ക് നോക്കാം. 1. നിലയങ്കി ധരിച്ച യേശുക്രിസ്തു. ഈ നിലയങ്കി സാധാരണക്കാരുടെ ഒരു വസ്ത്രമല്ല, അത് രാജവസ്ത്രവും പുരോഹിത വസ്ത്രവും ആകുന്നു. എസ്തേറിൻ്റെ പുസ്തകം 6:7 മുതൽ 9 വരെ, മത്തായി 26:65. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് സാധാരണ കുടുംബത്തിലും യേശുക്രിസ്തുവിൻ്റെ വേഷവിധാനങ്ങൾ സാധാരണക്കാരൻ്റെ വസ്ത്രവുമായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27:28 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ഇതുപോലുള്ള ഒരു രാജവസ്ത്രം ധരിച്ച് നടന്നില്ല. എന്നാൽ യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിക്കും രാജാതിരാജാവും കർത്താതികർത്താവും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായി അനേകം രാജമുടികൾ ചൂടി നീതിയോടെ ന്യായവിധി നടത്തുവാൻ തയ്യാറായി നിൽക്കുന്നു. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ ദർശനത്തിൽ കണ്ടത്. തിരുവെഴുത്തുകളെ ആത്മീയമായി എഴുതിയതുകൊണ്ട് നമ്മൾ ആത്മീയമായി തന്നെ ഇത് പഠിക്കണം. മാറത്ത് പൊൻകച്ച കെട്ടിയവനായ യേശുക്രിസ്തു. ഈ പൊൻകച്ച വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 പേരുകൾ പതിച്ച ന്യായവിധി പതക്കം മാറത്ത് വഹിച്ച് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനെയാണ് കാണുന്നത്. പുറപ്പാട് പുസ്തകം 28:4 മുതൽ 22 വരെയും 28-ാം അധ്യായം 29-30 വാക്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ
യേശുക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും വീണ്ടെടുക്കപ്പെട്ട സർവ്വ ദൈവമക്കളും പേരുകളുള്ള പൊൻകച്ച മാറത്ത് കെട്ടി നിൽക്കുന്നു. അവൻ പുതിയ നിയമസഭയുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നുവല്ലോ. വെളിപ്പാട് പുസ്തകം 1:13, എബ്രായർ 4:14, യാക്കോബ് എഴുതിയ ലേഖനം 1:1, വെളിപ്പാട് പുസ്തകം 21:14. യേശുക്രിസ്തു ധരിച്ച നിലയങ്കിയുടെയും പൊൻകച്ചയുടെയും ഏകദേശ രൂപം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1:13 എഴുതിയിരിക്കുന്ന രീതി നാം ആരെങ്കിലും അനുകരിച്ച് പൊന്നാഭരണങ്ങൾ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഒന്നാമത് അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗീയ ശരീരം ഉണ്ടായിരിക്കണം. രണ്ടാമത് അവരെ കാണുന്നവർ മരിച്ചവനെ പോലെ ബോധം കെട്ട് നിലത്ത് വീണം. വെളിപ്പാട് പുസ്തകം 1:17, ദാനിയേൽ പ്രവചനം 10:6-9 വരെ. ഇവ നടപ്പിലാക്കാൻ പ്രയാസമെങ്കിൽ സ്ഥാന മഹിമയെ പ്രകീർത്തിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അണിയലുകളെ സദൃശപ്പെടുത്തി ധരിക്കുവാൻ ശ്രമിക്കുകയോ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഭംഗി. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട വെളിപ്പാട് ആകുന്നുവെന്നും എങ്ങനെ എഴുതിയിരിക്കുന്നുവോ അതുപോലെയല്ല അർത്ഥങ്ങളെന്നും ഈ പുസ്തകം വായിക്കുന്നവർ അറിഞ്ഞിരിക്കട്ടെ. സ്വർഗത്തിൽ പൊൻകിരീടമണിഞ്ഞവർ. വെളിപ്പാട് പുസ്തകം 4:4. വെള്ളയുടുപ്പും ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന അക്ഷരത്തിൻ്റെ അർത്ഥങ്ങൾ എടുപ്പാൻ പാടില്ല. കാരണം ഭാവി കാലത്ത് സംഭവിക്കുന്നവയും നമുക്ക് ലഭിക്കുവാൻ പോകുന്ന സ്വർഗത്തിൻ്റെയും അതിലുള്ളവരുടെയും വെളിപ്പാടുകളാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനേക കിരീടങ്ങളുടെ പേരുകൾ ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ പൊൻകിരീടം ലഭിക്കുന്നത് 24 മൂപ്പന്മാർക്ക് മാത്രമാണ്. ശേഷമുള്ളവർക്ക് ലഭിക്കുന്ന കിരീടങ്ങളിൽ പൊൻകിരീടം കാണുന്നില്ല. അവർക്ക് ലഭിക്കുന്ന കിരീടങ്ങളിൽ തേജസ്സിൻ്റെ കിരീടം, പത്രോസ് എഴുതിയ 1 ലേഖനം 5:1, ജീവകിരീടം, യാക്കോബിൻ്റെ ലേഖനം 1:12, നീതിയുടെ കിരീടം, തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 4:8, പ്രശംസാ കിരീടം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 2:19-20 എന്നിവയാണ്. ഈ കിരീടങ്ങൾ ഒന്നും ആഭരണമല്ല. ഇത് സ്വർഗത്തിൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും പ്രതിഫലങ്ങളും ആകുന്നു. വെളിപ്പാട് പുസ്തകം 3:11. അടുത്തതായിട്ട് സിയോൻ പുത്രിമാരുടെ അണിയലുകളാണ്. യെശയ്യാ പ്രവചനം 3:16-23 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിഗളികളായി ദൈവത്തോട് മറുതലിച്ച് ആഡംബര വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും ധരിച്ചു നടക്കുന്ന ഒരു സംഘം സിയോൻ പുത്രിമാരോട് യെശയ്യാ പ്രവാചകൻ വിളിച്ചറിയിക്കുന്ന പ്രവചന ഭാഗമാണിത്. 3:16-23 വരെയുള്ള ഭാഗങ്ങൾ 3-ാം അധ്യായത്തിൽ സിയോൻ പുത്രിമാരുടെ വിഷയം മാത്രമല്ല മറ്റനേകം വിഷയങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. മറയില്ലാതെ തുറന്ന ഭാഷയിൽ യെരുശലേം നിവാസികളോട് വർത്തമാനകാലത്തും ഭാവി കാലത്തും സംഭവിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ മുൻകൂട്ടി അറിയിക്കുന്നതത്രേ ഇവിടെ ചെയ്യുന്നത്. യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. യെരുശലേമിന് എല്ലാം നഷ്ടമാകുന്നു. 3:1. ന്യായാധിപന്മാരെയും മന്ത്രവാദികളെയും നീക്കം വരുത്തിയ ശേഷം ശിശുക്കൾ അവരെ വാഴുന്നു. 3:2-7 വരെയുള്ള ഭാഗങ്ങൾ. 3. യഹൂദന്മാരുടെ മേൽ വരുന്ന ആപത്തുകൾ. 3:8-10 വരെയുള്ള ഭാഗങ്ങൾ. 4. നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും വരുന്ന അവസ്ഥകൾ. 3:10-11 വാക്യം. 5. ഭരണാധിപന്മാരുടെ പീഡനങ്ങൾ. 3:12-15 വരെയുള്ള ഭാഗങ്ങൾ. 6. ആഭരണം അണിഞ്ഞതിലൂടെ പുത്രിമാരുടെ മേൽ വരുന്ന ദൈവശിക്ഷ. 3:16-26 വരെയുള്ള ഭാഗങ്ങൾ. സിയോൻ പുത്രിമാർ നിഗളിച്ചു. 3:16.
സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും ഏറുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഏത് കാര്യങ്ങൾക്കും പിന്നിൽ ഒരു കാരണമുണ്ടല്ലോ. ഇതുപോലെ സിയോൻ പുത്രിമാരുടെ നിഗളത്തിന് പിന്നിൽ ആഭരണ മണിയൽ ഒരു കാരണമായിരുന്നു. ഈ വിഷയം ആരംഭവാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും 3-ാം അധ്യായം മുഴുവനും ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ അവ മനസ്സിലാക്കാം. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചുഴപിടിപ്പിക്കും. 3:17. ഇത് നിമിത്തം എന്നത് ആഭരണധാരണങ്ങളും മറ്റു ബാഹ്യാലങ്കാരങ്ങളും നിമിത്തം എന്നാണ്. അവർ ആഭരണവും മറ്റും ധരിച്ചതു മൂലമാണ് അവരിൽ നിഗളം ഉളവായത്. അപ്പോൾ ഇവിടെ ആദ്യം മാറ്റപ്പെടേണ്ടത് നിഗളമല്ല, നിഗളിക്കുവാൻ മുഖാന്തരമായ മെയ്യാഭരണങ്ങളും മറ്റ് അലങ്കാരങ്ങളുമാണ്. വളരെ ശ്രദ്ധിച്ച് ഇരുന്ന് തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീണ്ടും പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തതായിട്ട് നാം അതേ അധ്യായത്തിൽ തന്നെ നാം കാണുന്നത്, ഒരു വ്യക്തിയിൽ മദ്യപാനം മൂലം ദുർനടപ്പുണ്ടാകുകയോ രോഗിയായി തീരുകയോ ചെയ്താൽ അവൻ്റെ ദുർനടപ്പോ രോഗമോ അല്ല, അവനെ ഇതിലേക്ക് നയിച്ച മദ്യപാനമാണ് ആദ്യം അവനിൽ നിന്ന് മാറ്റേണ്ടത്. അതുപോലെ ജ്ഞാനസമ്പൂർണനായ ദൈവവും സിയോൻ പുത്രിമാരിൽ നിഗളം ഉളവാക്കിയ ഈ ആഭരണ അലങ്കാരങ്ങളെയും മറ്റും ആദ്യം നീക്കിക്കളയും എന്ന് അവരോട് അരുളി ചെയ്തു. യെശയ്യാപ്രവചനം 3:18 മുതൽ 23 വരെ. വേണമെങ്കിൽ ആദ്യം നിഗളം നീക്കിക്കളയുമെന്ന് പറയുമായിരുന്നു, എന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞില്ല. പുറപ്പാട് പുസ്തകം 33:5 നാം നേരത്തെ വായിച്ചു. ആദ്യ ഭാഗങ്ങളിലുള്ള നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്ന് പൂർവ്വ പിതാക്കന്മാരോട് കൽപ്പിച്ചതിന് ശേഷം തുടർന്നുള്ള അവരുടെ തലമുറകൾ ജാതികളോട് ഇടകലർന്ന് അവർ ജാതീയ ആചാരങ്ങളെയും മറ്റും അനുകരിച്ച് പലതും അനുഷ്ഠിക്കുകയും അതോടൊപ്പം ദൈവം വിലക്കിയ ആഭരണം ശരീരത്തിൽ നിന്ന് ദിനം പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതിനുള്ള ഒരു തെളിവ് കൂടെയാണ് യെശയ്യാപ്രവചനം 3:16 മുതൽ 23 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത്. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പഠിച്ചാൽ അവർ ദൈവാലോചന എത്ര കേട്ടാലും അനുസരിക്കാത്ത ഒരു ജനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യെശയ്യാ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തോട് താൻ പ്രവചിച്ചു പറയുന്ന മുഖ്യ വിഷയവും പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത് എന്നാണ്. യെശയ്യാ പ്രവചനം 1:3 മുതൽ 5 വരെയുള്ള ഭാഗവും എബ്രായർക്ക് എഴുതിയ ലേഖനം 3:16. എങ്കിലും 1000 തലമുറകളോട് ദയ കാണിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവം സിയോൻ പുത്രിമാർ ഈ നിഗളത്തിൽ നിന്നും മാനസാന്തരപ്പെടാൻ അന്ന് കർത്താവ് അവരുടെ ആഭരണമണിയലുകൾ എന്നിവ നീക്കിക്കളയും എന്ന് പറഞ്ഞ് അവർക്ക് ഒരു അവധി കൊടുത്തിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 3:6 മുതൽ 23 വരെയുള്ള വാക്യവും 2-ാം അധ്യായം 2 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും വായിക്കുക. യെശയ്യാ പ്രവചനം 3:16 വാക്യത്തിൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നിഗളിച്ച് കഴുത്ത് നീട്ടിയും എന്നുള്ള പദം അവിടെ കിടക്കുകയാണ്. കഴുത്ത് നീട്ടി എന്നതിന് കഴുത്തിൻ്റെ നീളം കൂട്ടി എന്നല്ല. ഇന്ന് പട്ടണങ്ങളിലൂടെയും മറ്റും വിലസി നടക്കുന്നവർ ബ്ലൗസിൻ്റെയും ചുരിദാറിൻ്റെയും കഴുത്ത് ഭാഗം താഴേക്ക് വെട്ടിയിറക്കി തങ്ങളുടെ കഴുത്ത് പുറത്തേക്ക് നീട്ടി ശരീരത്തെയും അലങ്കരിക്കുന്ന മെയ്യാഭരണത്തെയും പൊതുലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നത് പോലെ അന്ന് സിയോനിലെ പുത്രിമാരും തങ്ങളുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ മറ്റുള്ളവർ കാണേണ്ടതിന് കഴുത്ത് നീട്ടുവാനുള്ള പാപപ്രവണതയുടെ സംവിധാനങ്ങൾ ചെയ്തു പോന്നു. 2, ഏറുകണ്ണിട്ടും കൊണ്ട് ആഭരണവും മറ്റും അണിഞ്ഞ് പുരുഷന്മാരെ വശീകരിക്കുവാൻ ഏറുകണ്ണിട്ടും കൊണ്ട് ഊടാടി സഞ്ചരിക്കുന്നു. മത്തായി 6:9. മറ്റു സ്ത്രീകളുടെ അലങ്കാരങ്ങൾ കാണുമ്പോൾ ഒന്ന് കണ്ണുകടി കൂടി, എനിക്കിത് പോരാ, അവളുടെ ഫാഷൻ കണ്ടോ, അവളെപ്പോലെ എനിക്കും അണിഞ്ഞൊരുങ്ങണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുന്ന
പുത്രിമാരുടെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. 3. തത്തി നടക്കുകയും താളശബ്ദത്തിൽ കാലടികൾ വെച്ച് തങ്ങളുടെ അലങ്കാരങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കത്തക്ക വിധത്തിൽ സിയോൻ പുത്രിമാർ തത്തി നടക്കുന്നു. ആധുനിക യുഗത്തിലെ പുത്രിമാർ ഇന്ന് തത്തി നടക്കുവാൻ കണ്ടുപിടിച്ചിരിക്കുന്ന 2 ഇഞ്ച് 3 ഇഞ്ച് ഉയരമുള്ള കുതിരക്കുളമ്പടി നാദം കേൾക്കുന്ന ഹൈ ഹീലുള്ള ചെരുപ്പിടുന്നത് പോലെ സിയോൻ പുത്രിമാരും ദൈവത്തെ മറന്ന് പൊങ്ങച്ചം കാണിച്ച് തത്തി നടക്കുന്ന വിചിത്ര രംഗമാണ് ഇവിടെ കാണുന്നത്. 4. കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ അണിയലുകൾ മറ്റുള്ളവരും കാണേണ്ടതിനും അവരെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും ചിലമ്പൊലി ശബ്ദം അല്ലെങ്കിൽ പാദസ്വരത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് വിലസുന്ന ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സിയോൻ പുത്രിമാരുടെ അണിയലുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വാക്യം വരെ സിയോൻ പുത്രിമാരുടെ അണിയലുകൾ എപ്രകാരമാണെന്നുള്ളത് ഓരോന്നോരോന്നായി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 1. കാൽച്ചിലമ്പ്, പാദസ്വരം. 2. നെറ്റിപ്പട്ടം. 3. ചന്ദ്രക്കല. 4. കാതിലണിയുന്ന ഒരാഭരണം. 5. കടകം, കങ്കണം അഥവാ വളകൾ. 6. കവണി, മൂടുപടം. 7. തലപ്പാവ്. 8. കൽത്തള, കാലിൽ ധരിക്കുന്ന ഒരാഭരണം. 9. പട്ടുകച്ച. 10. പരിമളപ്പെട്ടി, സുഗന്ധവർഗ്ഗങ്ങളും ചായങ്ങളും മിനുക്ക് പണി നടത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റും വയ്ക്കുന്ന മേക്കപ്പ് ബോക്സ്, മേക്കപ്പ് പെട്ടി, പരിമളപ്പെട്ടി. 11. തകിട്ടുകൂട്, കയ്യിൽ കെട്ടുവാനും മാലയിൽ തൂക്കുവാനും ഉപയോഗിക്കുന്ന ഏലസ്. 12. മോതിരം. 13. മൂക്കുത്തി. 14. ഉത്സവവസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രം. 15. മേലങ്കി അഥവാ രാജ്ഞിയുടെ വസ്ത്രം അല്ലെങ്കിൽ അലങ്കാര വസ്ത്രം. 16. ശാലാവ, വിശേഷപ്പെട്ട വസ്ത്രം. 17. ചെറുസഞ്ചി, പൊങ്ങച്ചം കാണിക്കുന്ന വാനിറ്റി ബാഗ്. 18. ദർപ്പണം, കണ്ണാടി പോലുള്ള ലോലവും കനം കുറഞ്ഞതുമായ വസ്ത്രങ്ങൾ എന്നും അർത്ഥം വരാം. 19. ക്ഷേമപടം, പട്ടുവസ്ത്രം. 20. കല്ലാവ്, ഒരുതരം പ്രത്യേക ശിരോവസ്ത്രം. 21. മൂടുപടം എന്നിവ നീക്കിക്കളയും എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അവരോട് അരുളി ചെയ്തു. 18 മുതൽ 3-ാം അധ്യായം യെശയ്യാപ്രവചനം 3-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ. സിയോൻ പുത്രിമാരുടെ മേൽ വരുന്ന ശിക്ഷ. സിയോൻ പുത്രിമാർ നിഗളിച്ചതിൻ്റെ കാരണവും അവരുടെ വിവിധമായ അണിയലുകളെക്കുറിച്ചും ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നു. തുടർന്ന് ആഭരണങ്ങൾ അണിഞ്ഞതുകൊണ്ട് അവർക്കുണ്ടായ പ്രത്യാഘാതങ്ങളെ എന്തായിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കൂടെ കാണാം. എല്ലാം തിരുവെഴുത്ത് ആധാരമാണ്. അത് 3-ാം അധ്യായത്തിൽ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. വിശദീകരിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് അതേ അധ്യായത്തിൽ തന്നെ യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൽ തന്നെ സിയോനിലെ പുത്രിമാർ തങ്ങളെ തന്നെ അലങ്കരിച്ച് നിഗളികളായി തീർന്നതിനാൽ ദൈവം അവർക്ക് ശിക്ഷകൾ കൊടുക്കുന്നതായി 3-ന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് ഭാവികാലത്ത് ഇവർക്ക് സുഗന്ധത്തിന് പകരം ദുർഗന്ധവും അരക്കച്ചയ്ക്ക് പകരം കയറും, കുഴലിന് പകരം ഉരി, കുഴലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും എന്ന് ദൈവം അരുളി ചെയ്തു. 3-ന്റെ 18 മുതൽ 24 വരെയുള്ള ഭാഗം. അന്ന് അഥവാ ഭാവി കാലത്തേക്ക് ഇതെല്ലാം നീക്കിക്കളയുമെന്ന് ശിക്ഷാവധി അയക്കുമെന്നും സിയോനിലെ പുത്രിമാരോട് പറയുമ്പോൾ തന്നെ ഈ പ്രവചനം വരുവാനിരിക്കുന്ന പുതിയ നിയമസഭയുടെ അടിസ്ഥാനക്കല്ലും മുളയുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് തൊട്ടു താഴെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനാൽ
ഭാവി കാലത്ത് ക്രിസ്തുവിൽ വിളിക്കപ്പെടുന്ന കൃപായുഗ ഇസ്രായേല്യരായ നമ്മെയും ഉദ്ദേശിച്ചാണ് ദൈവാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊന്നാഭരണം അണിഞ്ഞാലും വ്യർത്ഥം. യിരെമ്യാപ്രവചനം 4:30. നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. യിരെമ്യാപ്രവചനം 4:30. യിരെമ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളോട് ദൈവം അരുളിച്ചെയ്ത വചനമാണ് 4-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇസ്രായേലിനോട് മനം തിരിയുവാൻ അരുളിച്ചെയ്തുകൊണ്ടാകുന്നു. 2-ാമത് യഹൂദ പുരുഷന്മാരോടും 3-ാമത് യെരുശലേമിനോടും 4:3-4. അവസാന വാക്യങ്ങൾ സിയോൻ പുത്രിമാരോടും 4:31 ദൈവം പ്രവാചകനിലൂടെ അരുളിച്ചെയ്തതായും വായിക്കുവാൻ കഴിയുന്നു. സിയോൻ പുത്രിമാർ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി സൗന്ദര്യം വരുത്തുന്നു എന്ന ഭാഗം ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുമ്പോൾ അവർ അണിഞ്ഞു നടക്കുന്ന ആഭരണ വേഷവിധാനങ്ങളെല്ലാം വ്യർത്ഥമായി തീരുമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നു. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ 4-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നു 26, 27, 29, 30 വാക്യങ്ങൾ. യിരെമ്യാപ്രവചനം 4-ാം അധ്യായം 26, 27, 29, 30 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഉഗ്രകോപം ദേശത്തിന്മേൽ വരുത്തി സിയോൻ പുത്രിമാരോട് പാർത്തിരുന്ന സകല നഗരവാസികളെയും അവരുടെ ഇടയിൽ നിന്ന് ഓടിച്ച് ദേശം ശൂന്യമാക്കും. ശൂന്യമായി തീർന്ന ദേശത്തിലൂടെ രക്താംബരം ധരിച്ചും പൊന്നാഭരണം അണിഞ്ഞും കണ്ണിൽ മഷി എഴുതി നടക്കുന്നതെല്ലാം അന്ന് സിയോൻ പുത്രിമാർക്ക് വ്യർത്ഥമായ പരിശ്രമങ്ങൾ മാത്രമായിരിക്കും. ഈ സമയം വ്യർത്ഥമായ പരിശ്രമങ്ങൾ മാത്രമായിരിക്കും. ഈ സമയം സിയോൻ പുത്രിമാരുടെ നടപ്പും പ്രവൃത്തികളും മൂലം 4:18 യിരെമ്യാപ്രവചനം 4:18 അവളുടെ ജാരന്മാർ തന്നെ അവൾക്ക് പ്രാണഹാനി വരുത്തുവാൻ ദൈവം ഇടവരുത്തും. ഈറ്റുനോവ് പോലെയും ഒരു ശബ്ദം താൻ കേട്ടു. നെടുവേർപ്പിട്ടും കൈമലർത്തിക്കൊണ്ട് അയ്യോ കട്ടം, എൻ്റെ പ്രാണൻ കൊലപാതകന്മാരുടെ മുൻപിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ എന്ന് പ്രവാചകൻ വിളിച്ചറിയിച്ചുകൊണ്ട് ഈ 4-ാം അധ്യായം അവസാനിച്ചിരിക്കുന്നു. 4:30-31 ദൈവകോപത്തിലേക്കും മഹാശൂന്യതയിലേക്കും ലോകജാതികളോടൊത്ത് നാമും ആഭരണധാരികളായി സുബോധവും മാനസാന്തരവും ഇല്ലാതെ മുന്നോട്ട് നീങ്ങുന്നുവോ എങ്കിൽ സിയോൻ പുത്രിമാരെ പോലെ ഒടുവിൽ അയ്യം വിളിക്കുന്ന സമയം നമുക്കും വിദൂരമല്ല എന്ന് ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ വാക്യങ്ങളും വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. യിരെമ്യാപ്രവചനം 4:30 വാക്യം. 4:30 വാക്യം ആഭരണം അണിയുന്നതിന് എതിരായി നിൽക്കുന്നു. അപ്പോൾ തന്നെ ഈ വാക്യത്തെ ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് ജാരന്മാർ വറുക്കപ്പെട്ട സ്ത്രീ ആഭരണം ധരിച്ച് എത്ര സുന്ദരിയായി തീർന്നാലും ജാരന്മാർ അവളെ ആകർഷിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാത്തതിനാൽ ആഭരണം അണിയുന്നത് വ്യർത്ഥമാകുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവമക്കൾ ആഭരണം അണിയുന്നതിൽ തെറ്റില്ലെന്നും അവർ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ സിയോൻ പുത്രിമാരുടെ ആഭരണ സൗന്ദര്യത്തിൽ ജാരന്മാർ ആകർഷ്ടരാകാത്തത് കൊണ്ടല്ല, അവരുടെ ദുഷ്പ്രവൃത്തി മൂലം ദൈവത്തിൻ്റെ ഉഗ്രകോപം ദേശത്തിൻ്റെ മേൽ ഉണ്ടാകുകയും പട്ടണവാസികളെല്ലാം ഓടിപ്പോവുകയും ചെയ്യുമ്പോൾ ആരും അവരെ ശ്രദ്ധിപ്പാനില്ലാത്തവണ്ണം ദേശമെല്ലാം ശൂന്യമായി തീരും. അങ്ങനെ ഈ അണിയലുകൾ എല്ലാം വ്യർത്ഥമായി ഭവിക്കും എന്നാണ് യിരെമ്യാപ്രവചനം 4:1, 18, 26, 27, 29, 30, 31 വാക്യങ്ങളിൽ കാണുന്നത്.
വെള്ളിയും പൊന്നും മലമായി തോന്നും. എസ്കേൽ പ്രവചനം 7-ാം അധ്യായം 19 മുതൽ 19-20 വാക്യം. അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞുകളയും, പൊന്ന് അവർക്ക് മലമായി തോന്നും. എസ്കേൽ പ്രവചനം 7-ന്റെ 19-20 വാക്യങ്ങളിലെ വിഷയം ഇസ്രായേൽ മക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവചനങ്ങളാണ്. വെള്ളിയും പൊന്നും മലമാണ്, അതുകൊണ്ട് ഇവ സ്പർശിക്കരുതെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റേണ്ടതാണ്. കാരണം പൊന്നും വെള്ളിയും ഒരിക്കലും മലമാകുന്നില്ല. അവ കൊണ്ട് ദൈവം വെറുക്കുന്നതായ മ്ലേച്ഛ വസ്തു അഥവാ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും നിർമ്മിച്ച് പ്രയോഗിക്കുമ്പോഴാണ് ദൈവത്തിന് അത് അറപ്പായി തോന്നുന്നത്. ഇസ്രായേൽ ജനം ഒരിക്കൽ മ്ലേച്ഛകരമായ നടപ്പുകളെ തിരിച്ചറിയാതെ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവം അവരുടെ മേൽ കടുത്ത ശിക്ഷാവിധി അയച്ചു. അതിനാൽ മ്ലേച്ഛമായ കർമാചാരങ്ങളെ അവർക്ക് തന്നെ ബോധ്യമാകുന്നു. അങ്ങനെ തങ്ങളുടെ മ്ലേച്ഛ പ്രവൃത്തികളെ വിട്ട് മനം തിരിഞ്ഞ് വെള്ളിയും പൊന്നും കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളെയും വിഗ്രഹങ്ങളെയും വലിച്ചെറിയുന്ന ഒരു വലിയ സംഭവ കഥയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആഭരണധാരികളുടെ മേൽ ദൈവകോപം. യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. 7-19. ഈ ദൈവകോപം വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ വെള്ളിയും പൊന്നും കൊണ്ട് അവർ ദൈവത്തിന് അരുതാത്തത് അതുകൊണ്ട് അവരുടെ ദേശത്തിൻ്റെ അവസാനം വന്നിരിക്കുന്നെന്നും ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ കോപത്താൽ ന്യായം വിധിക്കുവാൻ പോകുന്നെന്നും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് 7-ാം അധ്യായം ആരംഭിക്കുന്നു. എസ്കേൽ പ്രവചനം 7-ാം അധ്യായം ആരംഭിക്കുന്നു. ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കോപം നിന്റെ മേൽ അയച്ച് നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും എന്ന് ഈ അധ്യായത്തിൽ 2 പ്രാവശ്യം ദൈവം പറയുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യവും 8-ാം വാക്യവും. എൻ്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും. 7-9. ഈ വാക്യപ്രകാരം ദൈവം അവരോട് കരുണ കാണിക്കാതെ വന്നപ്പോൾ വീണ്ടെടുപ്പ് വിലയായ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയാതെ വന്നു. പുറപ്പാട് പുസ്തകം 30-11 മുതൽ 16 വരെ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-18. പൊന്നും വെള്ളിയും ദൈവം മുൻപിൽ പ്രയോജനരഹിതമായി വരുമ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന വെള്ളി വീതികളിൽ എറിഞ്ഞുകളയും. ഏറ്റവും പ്രിയമെച്ച പൊന്ന് അവർക്ക് മലമായി തോന്നുകയും ചെയ്യും. 7 എസ്കേൽ 7:19. ഇവരുടെ മേൽ വന്ന ശിക്ഷയുടെ കാരണങ്ങൾ വെള്ളിയും പൊന്നും കൊണ്ട് വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അവർ വഷളത്വം പ്രവർത്തിച്ചു എന്നുള്ളതാണ് തുടർന്നുള്ള തിരുവെഴുത്തുകളെ നാം കാണുന്നത്. വെള്ളിയും പൊന്നും അകൃത്യ കാരണമായതെങ്ങനെ? അത് അവർക്ക് അകൃത്യഹേതുവായിരുന്നുവല്ലേ? അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംബത്തിനായി പ്രയോഗിച്ചു. എസ്കേൽ 7:19-20. യഹോവയ്ക്ക് വിശുദ്ധമായത് വെള്ളിയും പൊന്നും. യഹോവയ്ക്ക് വിശുദ്ധമായതാണ് വെള്ളിയും പൊന്നും. യോശുവയുടെ പുസ്തകം 6:19. എസ്കേൽ പ്രവചനം 7:21-22. എന്നാൽ ഇത് അവർക്ക് അകൃത്യഹേതുവായതെങ്ങനെ? അതിൻ്റെ കാരണം അവിടെ തന്നെ പറയുന്നു. അതുകൊണ്ടുള്ള അഥവാ വെള്ളിയും പൊന്നുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംബത്തിനായി പ്രയോഗിച്ചു. എസ്കേൽ പ്രവചനം 7:20. ഇപ്രകാരം തന്നെ
വെള്ളിയും പൊന്നും കൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിന ബിംബങ്ങളെയും ഉണ്ടാക്കി. ഇങ്ങനെ പൊന്നും വെള്ളിയും ഉപയോഗിച്ച് രണ്ട് പ്രവൃത്തികൾ അവർ ചെയ്തതിനാൽ അവർക്ക് അത് അകൃത്യ ഹേതുവായി തീർന്നു. പൊന്നും വെള്ളിയും ദൈവത്തിന് വിശുദ്ധമാണല്ലോ. അതുകൊണ്ടുള്ള ആഭരണത്തിന് ദൈവം മലം പോലെ വെറുക്കുവാൻ കാരണം ഹോരേബ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് ആഭരണങ്ങൾ കൊണ്ട് മ്ലേച്ഛ വിഗ്രഹത്തെ ഉണ്ടാക്കി മനുഷ്യർ അതിനെ ആരാധിച്ചു. അന്ന് മുതൽ മനുഷ്യൻ ആഭരണങ്ങൾ അണിയുന്നത് ദൈവം മുമ്പിൽ വെറുപ്പും അകൃത്യഹേതുവും ആയിത്തീർന്നു. പുറപ്പാട് പുസ്തകം 32:9 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ. 28-ാം വാക്യം, അത് കഴിഞ്ഞിട്ട് 28:33-4-5 വാക്യം. യെഹെസ്കേൽ പ്രവചനം 7:19-20 വാക്യം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ മലം പോലെ മാലിന്യമായ ഈ ആഭരണധാരണങ്ങൾ ധരിച്ച് അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായയെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ ഇന്ന് ആത്മീയഗോളത്തിൽ പലർക്കും സംഭവിച്ചിരിക്കുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2:22. ഡംഭത്തിനായി പ്രയോഗിച്ചു. യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം. അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. യെഹെസ്കേൽ 7:20. പൊന്നും വെള്ളിയും ഉപയോഗിച്ചുള്ള ആഭരണങ്ങൾക്ക് സ്വാഭാവികമായ ഭംഗിയുണ്ട്. അതുകൊണ്ട് ആണല്ലോ മനുഷ്യൻ ആവിധ ലോകങ്ങൾ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുവാൻ താല്പര്യം കാണിക്കുന്നത്. ആഭരണത്തിൻ്റെ അർത്ഥം തന്നെ അലങ്കരിക്കുന്ന ഒരു വസ്തു, ഭംഗിയുള്ള വസ്തു, വെച്ചുകെട്ടി അലങ്കരിക്കുക, മോടി പിടിപ്പിക്കുക, ശൃംഗാരവേഷം, പ്രസാദനം, അലങ്കാരം, മണ്ഡനം, വിഭൂഷണം, ചായക്കോപ്പ്, കൃത്രിമ ശോഭ, ആഡംബരം, പുറം പകിട്ടിന് വേണ്ടിയുള്ള വസ്തു എന്നൊക്കെയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുകളിൽ നോക്കുക. ദൈവം പറയുന്നത്, അതിനാൽ അവരുടെ വിശപ്പ് അടങ്ങുകയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. 7:19. അങ്ങനെയെങ്കിൽ ആഭരണം ഡംഭം കാണിക്കുവാൻ ശരീരത്തിൽ അലങ്കരിക്കുന്ന വെറുമൊരു വസ്തു, അല്ലെങ്കിൽ ശരീരത്തിൽ വെച്ച് കെട്ടുന്ന അർത്ഥശൂന്യമായ ഒരു അലങ്കാരം. ഇസ്രായേൽ ജനം ഡംഭം കാണിക്കുവാൻ വെള്ളി, പൊന്ന് എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി പ്രയോഗിച്ച് നടന്നപ്പോഴാണ് അവർക്ക് അകൃത്യഹേതുവായി മാറിയത്. യെഹെസ്കേൽ 7:19-20. കൽപ്പനയ്ക്ക് മുൻപ് അണിഞ്ഞവർ ഡംഭികളാകുമോ? ചോദ്യം. തിരുവെഴുത്തുകൾ പുറകോട്ട് നോക്കിയാൽ നമ്മുടെ ഭാഷയിൽ പഴയ നിയമത്തിൽ റിബേക്കയും മറ്റു സ്ത്രീകളും ആഭരണം ധരിച്ച് നടന്നത് ഡംഭത്തിനായിരുന്നുവോ? ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം വായിക്കുക എന്നൊരു ചിന്ത വായനക്കാരിൽ, അതായത് വായിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുവാനിടയുണ്ട്. ഇവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ വിഷയം നമ്മുടെ യുക്തിക്കനുസരിച്ച് വളച്ചൊടിക്കാതെ നേരായ രീതിയിൽ ധ്യാനിക്കണം. എന്നാൽ എളുപ്പത്തിൽ കാര്യം ഗ്രഹിക്കുവാൻ കഴിയും. ഒന്നാമതായി, ഡംഭം എന്താകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഡംഭം എന്നത് ഒരു വ്യക്തിയിൽ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, സൗന്ദര്യം, മറ്റുള്ളവരെക്കാൾ അറിവുണ്ടെന്ന തോന്നൽ, കലാവാസന, സ്ഥാനമാനങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയവ നിമിത്തം ഉടലെടുക്കുന്ന ഒരു സ്വഭാവമാകുന്നു ഡംഭം അല്ലെങ്കിൽ നിഗളം എന്ന ഭാഗം. സ്വർഗീയ ദൂതനിലും, അതായത് ലൂസിഫറിലും, സൗന്ദര്യവും സ്ഥാനമാനങ്ങളും മൂലമാണ് നിഗളം ഉളവായത്. ഈ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പഠിച്ചുവല്ലോ. നിഗളം എന്ന നാം വായിച്ചുവല്ലോ. നിഗളം എന്ന പാപം ഏദൻ തോട്ടത്തിൽ വെച്ചാണ് മനുഷ്യനിൽ ഉടലെടുത്തത്. അതിനാലാണ് ദൈവത്തെ പോലെ നിങ്ങൾ ആകുമെന്ന് സാത്താൻ അറിവ് കൊടുത്തപ്പോൾ ഫലം
രക്ഷിപ്പാൻ ഫലം ഭക്ഷിപ്പാൻ ഹൗവമാർ ആകൃഷ്ടരായി തീർന്നത്. ഉൽപ്പത്തി പുസ്തകം 3:5-6 വാക്യം. തിരുവെഴുത്തുകളെ ഒന്നുകൂടെ പുറകോട്ട് നോക്കിയാൽ ഹോരേബിൽ വച്ച് ആഭരണം നീക്കിക്കളയുവാൻ ദൈവം കൽപ്പിച്ചു. അതിനുശേഷം വീണ്ടും സൗന്ദര്യം പ്രാപിപ്പാൻ ആഭികാമ്യമുള്ള ആഭരണം അണിയുന്നത് ലംഘനവും അഹങ്കാരവും ആകുന്നു. എന്നാൽ കൽപ്പന വരുന്നതിന് മുൻപ് അണിഞ്ഞു നടന്നവർക്ക് ഈ കൽപ്പനയുമായി യാതൊരു ബന്ധവും ഇല്ല. തിരുവെഴുത്തുകളിലെ പുറകോട്ട് നോക്കിയാൽ സ്ത്രീകൾ ഡംബത്തിനായി ആഭരണം അണിഞ്ഞു എന്നോ ആഭരണം ധരിച്ചതുകൊണ്ട് അവരും ഡംബികളായിരുന്നില്ലേ എന്നോ നാം പറയുന്നുവെങ്കിൽ അത് അർത്ഥശൂന്യമാണ്. കാരണം കൽപ്പന വരുന്ന സമയം വരെ ഒരുപക്ഷെ ധരിച്ചിരുന്നവർ ഡംബം കാണിച്ചിരുന്നു എങ്കിൽ പോലും ദൈവം അത് പാപമായി അവരുടെ മേൽ കണക്കാക്കിയിരുന്നില്ല. എന്നാൽ ആഭരണം ശരീരത്തിൽ വന്ന് നീക്കിക്കളയുവാൻ ദൈവം കൽപ്പിച്ച ശേഷം അത് ലംഘിച്ച് ധരിക്കുന്ന ഡംബികളുടെ പാപങ്ങൾ ദൈവം കണക്കിടും. ഹോരേബിൽ മാത്രമല്ല, മനുഷ്യൻ എവിടെയെല്ലാം ആഭരണം അണിഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം നിഗളം എന്ന പാപത്തെയും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഭരണം കൊണ്ട് വിഗ്രഹം നിർമ്മിച്ചതായും മറ്റും വായിക്കുന്നതിനാൽ അത് മനസ്സിലാക്കുവാൻ പ്രയാസമല്ല. ഉൽപ്പത്തി 35:5, പുറപ്പാട് പുസ്തകം 32:2-4 വരെ, ഹോശേയ 8:4, എസ്കേൽ പ്രവചനം 7:20. ആഭരണം വിഗ്രഹങ്ങളിൽ ചാർത്തി എന്ന് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു. ആവർത്തനം 7:25, 26, 27. കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച തൻ്റെ ജാരന്മാരെ പിന്തുടർന്നു എന്നെ ആഭരണം കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ ജാരന്മാരെ പിന്തുടർന്നു എന്ന് മറഞ്ഞു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് ഹോശേയ 2:13 പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ അനേക വാക്യങ്ങളെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരെ അവിടെയെങ്ങും ആഭരണം അണിയുവാനുള്ള യാതൊരു പ്രോത്സാഹനവും ദൈവം നൽകിയതായി കാണുന്നില്ല. മറിച്ച് അത് ധരിക്കുന്ന മനുഷ്യൻ ഡംബിയും കൽപ്പനാ ലംഘിയുമായി ദൈവം കണക്കാക്കുന്നു. യഹൂദനോ ക്രിസ്ത്യാനിയോ ഇങ്ങനെ ആര് തന്നെ അണിഞ്ഞാലും ദൈവത്തിന് അത് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്നു. അല്പം വാക്കുകളിൽ പശു വരുന്നത് ക്ഷമിക്കുക. ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഒന്നല്പം വിശദീകരിച്ചു തരികയും ചെയ്യുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പുതിയ നിയമസഭ ഇസ്രായേലിയരായ ക്രിസ്തുവിൽ വാഗ്ദത്ത സന്തതി നാം നമ്മുടെ നടപ്പും മ്ലേച്ഛതയും തിരുവെഴുത്തുകളെ നോക്കിയാൽ നമ്മുടെ നടപ്പും മ്ലേച്ഛതയും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവം ഇസ്രായേലിൻ്റെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധികൾ 7-ാം അധ്യായം 9-10 വാക്യങ്ങളും നമ്മുടെ മേലും വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. ഡംബികളായ ഇസ്രായേലിനെ പോലെ സന്ദർശന ദിവസത്തിൽ ഇന്നത്തെ ആഭരണധാരികളും ദൈവം മുൻപാകെ നിൽക്കുമ്പോൾ വളയിടുന്ന കൈകൾ തളരും, ചിലങ്കയിടുന്ന എല്ലാ മുഴങ്കാലുകളും വെള്ളം പോലെ ഒഴുകും. പട്ടുവസ്ത്രത്തിന് പകരം രട്ടുടുക്കും, ഭീതി മൂടും, മേക്കപ്പ് ചെയ്ത മുഖം ലജ്ജിക്കും. അതുപോലെ തന്നെ ഓമനമുടി കഷണ്ടിയായിത്തീരും. എസ്കേൽ 7:17-18. ഓമനമുടി, അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അന്ന് ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇവയെല്ലാം വലിച്ചെറിയും. അത് മലമായി തോന്നുന്നതിനാൽ വർജിക്കപ്പെടും. ചിലർ പറയാറുണ്ട്, ആഭരണം അണിയുന്നവർ ഇടക്കാലങ്ങളിൽ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. മാത്രമല്ല അവരുടെ കയ്യിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ആഭരണം വെറുക്കുന്ന ദൈവം അവരിലൂടെ ഇപ്രകാരം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു? രക്ഷിക്കപ്പെടുന്നവരെല്ലാം നീതിമാന്മാർ ആയിരിക്കുന്നത് കൊണ്ടല്ല,
ദൈവത്തിൻ്റെ ദാനമായ രക്ഷ പ്രാപിക്കുന്നത്. അതുപോലെ ആഭരണമിടുന്നവരിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരിക്കാം. കാരണം രക്ഷയെപ്പോലെ ഒരു ദാനമാണ് ഈ വരങ്ങൾ. ഈ വിധ വരങ്ങൾ ഉള്ളവർ പൂർണ്ണ വിശുദ്ധരായിരിക്കും എന്ന് ചിന്തിക്കുന്നത് ശുദ്ധപോഷത്വവും വലിയ അപകടവുമാണ്. അതറിയണമെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാവരുമല്ല ചിലരുടെ ജീവിത ഫലങ്ങൾ പരിശോധിച്ചാൽ ഗ്രഹിക്കാവുന്നതാണ്. വിശുദ്ധിയും വേർപാടും അവർക്കുണ്ടാകില്ല. വചനത്തേക്കാൾ പ്രാധാന്യം ഭാഗ്യകാര്യങ്ങൾക്കായിരിക്കും. ഭൗതിക നന്മകളുടെ ദൈവശാസ്ത്രം, പ്രോസ്പെരിറ്റി തിയോളജി ആയിരിക്കും അവരുടെ സിദ്ധാന്തം. വചനത്തിൻ്റെ അടിസ്ഥാനവുമായി യാതൊരു ബന്ധം പോലും ഇവർക്കുണ്ടാകില്ല. ഈ വിധ വ്യക്തികളെയും ഇവരെയും അനുകരിക്കുന്നവരെയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വചനമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ജീവിതം പണിയാത്തവൻ്റെ വീഴ്ച വലിയതായിരിക്കുമെന്ന്. മത്തായി 7:20-27 വരെ, തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനം 2:9-12 വരെ താരതമ്യം ചെയ്ത് വായിക്കുക. ആ ദിവസം വരുന്നതിന് മുൻപ് ത്യജിക്കുന്നതല്ലേ ഉത്തമം. ഈ മർമ്മം ആദ്യം തന്നെ ഗ്രഹിച്ച് ഉപേക്ഷിച്ചവർക്കായി സ്തോത്രം. അവർ ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെട്ടുവല്ലോ. എസ്കേൽ 7:19-20 വാക്യം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനങ്ങൾ ശ്രവിക്കാം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം നിർത്തുകയാണ്. വിലയേറിയ അലങ്കാരങ്ങൾ. തിരുവെഴുത്തുകളെ ആകമാനം ധ്യാനിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെയും പത്രോസിൻ്റെയും വിലയേറിയ അലങ്കാരങ്ങൾ, പൗലോസ് അപ്പോസ്തലൻ്റെയും പത്രോസ് അപ്പോസ്തലൻ്റെയും ലേഖനങ്ങളിലാണ് ദൈവസന്നിധിയിലെ വിലയേറിയ അലങ്കാരങ്ങളെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്നത്. ഈ അലങ്കാരങ്ങൾ എപ്രകാരം ഉള്ളതെന്നും അവയെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നുള്ള വിഷയങ്ങളാണ് തിരുവെഴുത്തുകളിൽ നാം പഠിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത്. വിലയേറിയ അലങ്കാരം. അവണ്ണ സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. ഇവിടെ പറയപ്പെട്ട അലങ്കാരങ്ങൾ എന്തായിരുന്നു എന്ന് ശേഷമുള്ള വാക്യവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമാക്കാം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയായി സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:9-10 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനത്തിൽ ഈ വചനത്തെ പിന്താങ്ങിക്കൊണ്ട് വിവരിക്കുന്നത്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. പത്രോസ് എഴുതിയ 1 ലേഖനം 3:3-4 വാക്യം. പ്രസ്തുത വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃപായുഗ വിശ്വാസികൾ ആഭരണങ്ങളോ മറ്റേതെങ്കിലും അലങ്കാര വസ്തുക്കളോ കൊണ്ടല്ല, ആത്മീയ ഫലങ്ങളും സൽപ്രവൃത്തികളും കൊണ്ടാണ് ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യനെ അലങ്കരിക്കേണ്ടത്. അവ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും വിലയേറിയതും ആകുന്നു. ഇവിടെ പിന്നിയ തലമുടി എന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള മുടി പിന്നി ഒതുക്കുന്ന വിഷയമല്ല. പ്രാചീന കാലത്ത് തലയിൽ ധരിക്കുവാൻ സ്വർണം, വെള്ളി, വിവിധ മുത്തുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പിന്നിയ തലമുടി ഇവ ധരിക്കുന്നതിനെ പരാമർശിച്ചിരിക്കുന്നു. വിവിധ തരം ചായങ്ങൾ പൂശിയ മുടി എന്നാണ് യെശയ്യാ പ്രവചനം 3:20-24 വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലെ വാക്യം നമ്മുടെ ഭാഷ പറഞ്ഞാൽ പുതിയ നിയമത്തിൽ വാക്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഇതാണ്. യാക്കോബ് അപ്പോസ്തലൻ 2:2 വളരെ വില കൂടിയ വസ്ത്രം എന്നാണ് മുത്തുകളിലും കസവുകളാലും അലങ്കരിക്കപ്പെട്ടത്.
ഈ രണ്ട് ഭാഗങ്ങളിലും എന്നിവ കൊണ്ടല്ല, പുറമേയുള്ളതല്ല. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:10, പത്രോസ് എഴുതിയ 1 ലേഖനം 3:3 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പുറമെ അലങ്കാരത്തിനു വേണ്ടി അണിയുന്ന ആഭരണ വേഷവിധാനങ്ങൾ വ്യർത്ഥമാകുന്നതിനാൽ അത് അലങ്കരിക്കേണ്ടതില്ല എന്നാണ്. അല്ലായിരുന്നു എങ്കിൽ പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടും മാത്രമല്ല സൽപ്രവൃത്തികളെ കൊണ്ടും അലങ്കരിക്കണം എന്ന് പറയുമായിരുന്നല്ലോ. ഇത് ഒന്നുകൂടി വ്യക്തമാക്കുവാൻ പത്രോസ് എഴുതിയ 1 ലേഖനം 1:18 നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമല്ല, അഴിഞ്ഞു പോകുന്ന പഴയ നിയമ പ്രവൃത്തികൾ കൊണ്ടും വീണ്ടെടുക്കുന്നു എന്നാണോ? അഴിഞ്ഞു പോകുന്ന പഴയ നിയമ പ്രവൃത്തികൾ കൊണ്ട് വീണ്ടെടുക്കുന്നു എന്നാണോ? ഇതുപോലുള്ള ഒരർത്ഥത്തിലാണ് എന്നിവ കൊണ്ടല്ല, സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത് എന്നും പുറമേയുള്ളതല്ല, ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണമെന്നും ശ്ലീഹന്മാർ ഉപദേശിച്ചത്. നാം വ്യാഖ്യാനിക്കുന്നത് പോലെ ആന്തരിക അലങ്കാരവും പുറമേ ആഭരണവും ധരിക്കാമെന്ന അർത്ഥത്തിലല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അത് വിശദമായി പഠിച്ചെങ്കിലേ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇതിനെക്കുറിച്ച് ആത്മീയമായാണ് ഞാൻ ചിന്തിക്കുന്നത്. ആത്മീയമായിട്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പറയുവാനും താല്പര്യപ്പെടുന്നതും. പിന്നിയ തലമുടിയോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:9 കത്തോലിക്ക ബൈബിൾ, KCBC കത്തോലിക്ക ബൈബിൾ. പിന്നിയ മുടി, സ്വർണ്ണാഭരണം കൊണ്ട് വിശിഷ്ട വസ്ത്രങ്ങൾ തുടങ്ങിയ ബാഹ്യമോടികൾ അലങ്കരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പത്രോസ് എഴുതിയ 1 ലേഖനം 3:3. മോശയ്ക്ക് മുമ്പ് ആഭരണം ധരിച്ച് നടന്ന ജനം മ്ലേച്ഛ വിഗ്രഹത്തെ നിർമ്മിക്കുകയും ദൈവകൽപ്പനയാൽ ആഭരണം ത്യജിക്കപ്പെടുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം 33:5-6. എന്നാൽ ജനം ദൈവകൽപ്പന ലംഘിച്ച് ത്യജിക്കപ്പെട്ടത് തന്നെ വീണ്ടും ധരിച്ച് നടന്നു. പക്ഷേ ദൈവം ഈ ആഭരണധാരണം ഇഷ്ടപ്പെട്ടിരുന്നില്ല. എസ്കേൽ 7:19-20, യെരമ്യ 4:30. ഈ വസ്തുത പൗലോസ് അപ്പോസ്തലനായ പത്രോസിനും ദൈവാത്മാവിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് ആഭരണം നീക്കിക്കളക എന്ന കൽപ്പന വരുന്നതിന് മുൻപുള്ള സ്ത്രീകളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃപായുഗത്തിലുള്ള സ്ത്രീകളോട് പൊന്നു, മുത്ത് എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത് പത്രോസ് എഴുതിയ 1 ലേഖനം 3:5 എന്ന് ഉദ്ദേശിക്കുന്നത്. നിഴലായി നിൽക്കുന്ന തിരുവെഴുത്തുകളിൽ പഴയ നിയമത്തിൽ റിബേക്കയും മറ്റു സ്ത്രീകളും പുറമെ തങ്ങളെ തന്നെ അലങ്കരിക്കുമ്പോൾ, പൊരുളായി നിൽക്കുന്ന പുതിയ നിയമസഭ വിശ്വാസികൾ തങ്ങളുടെ ഗൂഢമനുഷ്യനെ, അകത്തെ മനുഷ്യനെ അലങ്കരിക്കുകയാണ് വേണ്ടത്. അവ സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിൽ മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആവസിക്കുമ്പോൾ അത് അടിച്ചു വാരിയും അലങ്കരിക്കപ്പെട്ടതായും മാറും. ലൂക്കോസ് 11:24-25, ഗലാത്യർ 5:22-23 യഥാർത്ഥ വേർപാട് എന്താണ്? ആത്മീയ ഗോളത്തിൽ നിന്ന് പുറമേയെല്ലാം അഴിച്ചു മാറ്റിയെങ്കിലും ആന്തരിക മനുഷ്യനിൽ ആത്മീയ അലങ്കാരങ്ങളായ സൽഫലങ്ങൾ അണിഞ്ഞു നിൽക്കുന്നില്ല. അതിനാൽ ദൈവാത്മാവ് ദുഃഖിക്കുന്നു. എങ്കിലും ഒരുപറ്റം ദൈവജനം അന്തരാത്മാവിൽ അലങ്കൃതരായി വേർപാടും വിശുദ്ധിയും പാലിച്ച് നിൽക്കുന്നതിനാൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ആത്മീയ ഗോളത്തിൽ യഥാർത്ഥ വേർപാട്, ദൈവത്തിന് നന്ദി പറയുന്നു. യഥാർത്ഥ വേർപാട് ഹൃദയത്തിൽ ഉത്ഭവിക്കുമ്പോൾ അത് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും. അപ്പോൾ വചനം കൽപ്പിക്കുന്ന ഏത് കാര്യവും പരിപൂർണമായി അനുസരിക്കുവാൻ സാധിക്കും. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ലൂക്കോസ് 6:45. യഥാർത്ഥ വേർപാട് പാലിപ്പാൻ ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും മനുഷ്യൻ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്.
അവ എന്തെല്ലാമാകുന്നുവെന്ന് തരംതിരിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ദൈവം മനുഷ്യർക്കായി ചെയ്യുന്നത്. ഒന്ന്, വിശ്വാസത്താൽ ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12, റോമർ 8:14. 2, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സകല പാവവും പൊക്കി ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1:7. 3, ദൈവം തൻ്റെ വചനത്താൽ വെടിപ്പാക്കുന്നു. എഫേസ്യർ 5:26. 4, പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കുന്നു. തീത്തോസ് 3:7. 5, ദൈവം തൻ്റെ ആത്മാവിനാൽ നല്ല വഴികളിലേക്ക് ഉപദേശിച്ച് നടത്തുന്നു. ഗലാത്യർ 5:16, റോമർ 8:14. 6, യഥാർത്ഥ വേർപാടിലേക്കും വിശുദ്ധിയിലേക്കും നീങ്ങുവാൻ വെളിച്ചം പകരുന്നു. സങ്കീർത്തനം 119, 105, മത്തായി 4:15, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 6:14, പത്രോസ് എഴുതിയ 1 ലേഖനം 2:9. മനുഷ്യർ സ്വയം പാലിക്കേണ്ടത്. ദൈവം എന്ത് കൽപ്പിച്ചാലും അത് പരിപൂർണമായി ചെയ്യുവാൻ തയ്യാറാകുക. യോഹന്നാന്റെ സുവിശേഷം 2:5, അവൻ എന്ത് കൽപ്പിച്ചാൽ അത് ചെയ്യും. പുറപ്പാട് 33:5-6. 2, ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ അനുസരിക്കുക. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 15:22, യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:2, യോഹന്നാന്റെ സുവിശേഷം 14:23. 3, വചനത്തിന് വിരുദ്ധമായ എല്ലാ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. റോമർ 10:9-10, യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1:9. 4, ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കുക. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 7:1-2. 5, എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. പത്രോസ് എഴുതിയ 1 ലേഖനം 1:15-16, യോഹന്നാൻ എഴുതിയ 1 ലേഖനം 3:3. 6, വേർപാടും വിശുദ്ധിയും പാലിക്കുക. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 6:16 മുതൽ 14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:40 വാക്യങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. ഇത്രയും ഭാഗങ്ങൾ കൊണ്ട് ഞാൻ ഈ ഭാഗം അടുത്ത് വീണ്ടും തുടർമാനമായി തരുവാൻ താല്പര്യപ്പെടുകയാണ്. നാൽപ്പത് പേപ്പറോളം ഉണ്ട്. രണ്ടര വർഷത്തെ അധ്വാനമാണ്. നോക്കിയും കണ്ടും പഠിച്ചും എഴുതിയും. ഞാൻ ബൈബിൾ എഴുതിയാണ് പഠിക്കുന്നത്, വാക്യങ്ങളെല്ലാം എഴുതിയാണ് പഠിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, സ്വർണ്ണം ഇട്ടവർ സ്വർഗത്തിൽ പോകത്തില്ലേ? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയെ പിന്തുടരുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിബ്ലിക്കലി ഇപ്പോൾ ആരോട് ചോദിച്ചാലും, ശട്ടന്മാരായ ദൈവദാസന്മാരോട് ചോദിച്ചാൽ ബിബ്ലിക്കലി ദൈവവചനത്തിന് പുതിയ നിയമത്തിൽ വാക്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ വായിച്ച ഭാഗങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയതും തിമോഥെയോസിന് എഴുതിയതും പത്രോസ് എഴുതിയ 1 ലേഖനം 3:3 വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അലങ്കരിക്കേണ്ടത് എന്നുള്ളതും ഒക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാറുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഗ്രാമങ്ങളിൽ ആയിരങ്ങളെ ആഭരണം ഇട്ട് തമിഴ്നാട്ടിലും കർണാടകയിലും പാണ്ടിച്ചേരിയിലും ഒക്കെ കേരളത്തിലും ലണ്ടനിലും സൗദിയിലും ദുബൈയിലും ബഹ്റിനിലും ഒക്കെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഓരോ സാഹചര്യങ്ങളാണ്. പക്ഷെ എങ്കിലും അന്ന് തൊട്ട് വ്യക്തമായ
മറുപടി അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. സ്നാനപ്പെടുന്നതിന് മുൻപ് നല്ല രീതിയിൽ അവർക്ക് വചനങ്ങൾ കൊടുക്കാറുണ്ട്. സ്നാനത്തെക്കുറിച്ച് തന്നെ ഒരാഴ്ചയോളം ക്ലാസ് കൊടുത്തിട്ടാണ് അവരെ സ്നാനപ്പെടുത്തിയിട്ടുള്ളത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ടുള്ളത്. മാല ഇട്ടുകൊണ്ട് തന്നെ കർത്തൃമേശയും കൊടുത്തിട്ടുണ്ട്. ഈ അവരൊരു പൊട്ട് കമ്മൽ, ഞാനിതൊക്കെ പറയുന്നത് വചനം ചൂണ്ടിക്കാണിക്കുന്ന ആത്മാവിലെ വ്യാഖ്യാനമാണ്, തിരുവെഴുത്തുകളിലെ വ്യാഖ്യാനമാണ് ഈ പറയുന്നത്. പുസ്തകങ്ങളിൽ നോക്കിയും വായിച്ചും ജനം ആകെ കൺഫ്യൂഷനായി നിൽക്കുന്നത് കൊണ്ട് തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുക, അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കി തരിക. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം, അതേ എനിക്ക് പറയാനുള്ളൂ. ആയതിനാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ തിരുവെഴുത്തുകളെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. ദൈവദാസന്മാർക്ക് ഇങ്ങനെയുള്ളതൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പ്രോസ്പെരിറ്റി ആണെങ്കിലേ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തുള്ളൂ. കറക്റ്റ് കറതീർന്ന വചനം പറയുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടത്തില്ല, ലോകത്തിന് ഇഷ്ടപ്പെടില്ല. ഞാൻ ഫേസ്ബുക്ക് പേജ് തുടങ്ങി, അക്കൗണ്ടുണ്ട്, പേജ് തുടങ്ങി. അതിൽ നമ്മളൊരു മെസ്സേജ് ഇട്ടാൽ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇംഗ്ലീഷ് അറിയാമല്ലോ, പൈസ അടയ്ക്കണമെന്ന്. അതിനകത്ത് വ്യൂസ് കൂട്ടണമെങ്കിൽ പൈസ അടയ്ക്കണമെന്ന്. വേണ്ടെന്ന്, വ്യൂസ് കൂടണ്ടെന്ന്. എന്തെങ്കിലും തലമുറകൾക്ക് ഇത് പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ലഭിക്കുന്ന സമയം എപ്പോഴും സമയം കിട്ടിയെന്ന് വരത്തില്ല. ഈയിടെയൊക്കെ ഓട്ടമായിരുന്നു. കിട്ടുന്ന സമയം ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് യൂട്യൂബിൽ ഇട്ടിരിക്കും, അതവിടെ കിടക്കുമല്ലോ. എന്നെങ്കിലും ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് വചനം കേട്ട എല്ലാവരെയും അല്ലാത്തവരെ, വചനം കേൾക്കാത്ത പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവദാസന്മാർ, ദാസിമാർ, ലോകമെമ്പാടും കർത്തവയിൽ അധ്വാനിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടഭാരത്തിലും പ്രകൃതിക്കെടുതിയിലും കർത്താവെ വളരെ ദുഃഖിച്ച് ഭാരത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർ, ഭവനം നഷ്ടപ്പെട്ടവർ, തലമുറകൾ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ ഒക്കെ ഉണ്ട്. കർത്താവെ, പ്രകൃതി ഒന്ന് അനുകൂലമാക്കി കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നീതിന്യായം നടത്തുന്ന വക്കീലന്മാർ, ജഡ്ജിമാർ, പോലീസ് അധികാരികൾ, പോലീസുകാർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീതിന്യായം നടക്കട്ടെ, അതിനായി ഏൽപ്പിക്കുന്നു. ഓരോ വ്യക്തികൾക്കും മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധക്കെടുതികളെല്ലാം മാറി സമാധാനം കൊടുക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് എല്ലാവർക്കും സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കടഭാരം, രോഗികളായി കഴിയുന്നവർ, ഭവനമില്ലാത്തവർ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ മേഖലകളിലായിരിക്കുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളിലേക്ക് കടന്നു പോകാൻ സ്തോത്രം. ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ നന്മകൾ, ബുക്ക്, പുസ്തകങ്ങൾ മാത്രമല്ല, ഇതെല്ലാം വാങ്ങുവാൻ, ഡ്രസ്സുകൾ വാങ്ങുവാനുള്ള സാമ്പത്തികം മാതാപിതാക്കൾക്ക് അവിടെ നൽകണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവിധ ഇടങ്ങളിൽ, പലയിടങ്ങളിലായി ആയിരിക്കുന്ന ദൈവദാസന്മാർ, സ്തോത്രം, എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. പിന്നെയും തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിപ്പിക്കാൻ ദൈവം കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. മുഴുമഹത്വം അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ. അവണ്ടല്ലേ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. വാക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.